എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടിയപ്പോഴും ഇപ്പോഴുമുള്ള ആ പേഴ്സൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ആ പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടിയപ്പോഴും ഇപ്പോഴുമുള്ള പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, ആദ്യം നമുക്ക് നോക്കാം ഈ റീഡിങ്ങിൻ്റെ എനർജി എന്താണെന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്തുള്ള ആ പേഴ്സൻ്റെ ചിന്തകൾ എന്തായിരുന്നു, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്തായിരുന്നു, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ എനർജി എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷമുള്ള ആ പേഴ്സൻ്റെ എനർജി എന്താണ്, ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, ആ പേഴ്സൻ്റെ ചിന്തകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഇപ്പോഴുള്ള ആ പേഴ്സൻ്റെ എനർജി എന്താണ്, ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നും നമുക്ക് നോക്കാം. എല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്ന രണ്ട് വാക്കുകൾ, ഒന്ന് പുതിയ തുടക്കം, അതായത് ന്യൂ ബിഗിനിങ്. പിന്നെ എനിക്ക് മനസ്സിലാകുന്നത് സ്റ്റെബിലിറ്റി. ഇത് രണ്ടുമാണ് എനിക്കിവിടെ പ്രധാനമായിട്ടും മനസ്സിലാകുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നാണ്. പക്ഷേ ആ പുതിയ തുടക്കം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി കൂടി ഉണ്ടാകണം. അല്ലാതെ ഒരു പുതിയ തുടക്കം ഉണ്ടായിട്ട് കാര്യമില്ല. പുതിയ തുടക്കം ഉണ്ടാകണം, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇനി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റെബിലിറ്റിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മാത്രമല്ല എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ഒരു പുതിയ തുടക്കത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, ആ പേഴ്സണും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഒരു അൺകണ്ടീഷണൽ ലവിൻ്റെ എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട്. വളരെ സത്യസന്ധമായ സ്നേഹത്തിൻ്റെ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം. രണ്ടുപേരും വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചിട്ടും നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹത്തിനും ഒരു മാറ്റവും വന്നിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചുവെങ്കിലും നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹത്തിന് ഒരു മാറ്റവും വരാത്തത് കൊണ്ട് തന്നെ ആ പേഴ്സണും നിങ്ങളോടുള്ള സ്നേഹത്തിന് മാറ്റം വരരുത്, ആ പേഴ്സണും നിങ്ങളെ സ്നേഹിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല, പക്ഷേ എന്ന് വെച്ച് ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. മേബി ഇത് ആ പേഴ്സൻ്റെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും ആ ഒരു പുതിയ തുടക്കത്തിനായി ശ്രമിക്കുന്നില്ല. അതായത് ആ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടാകണം. അതായത് ഒരാൾ മാത്രം ശ്രമിച്ചാൽ പോരാ, രണ്ടുപേരും ആ ഒരു പുതിയ തുടക്കത്തിനായി ശ്രമിക്കണം. പക്ഷേ ആ ഒരു ശ്രമം എനിക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ആഗ്രഹം എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല. അതെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അത് ആ പേഴ്സണും അങ്ങനെ തന്നെയാണ്, നിങ്ങളും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ആ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ഇനി ആ പേഴ്സൺ ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് ആ പേഴ്സണ് സാധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കതിന് സാധിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പുതിയ തുടക്കം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടാവില്ല എന്നൊരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ പോലും അതിനൊരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ അതിനു വേണ്ടി ഒരു ശ്രമം നടത്തിയാലും അതിന് പ്രയോജനം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ആ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി ആയിട്ട് എനിക്കിവിടെ മനസ്സിലാവുന്നത് ഇതൊക്കെയാണ്.
ഇനി നമുക്ക് നോക്കാം നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്തുള്ള ആ പേഴ്സൻ്റെ എനർജിയും ആ പേഴ്സൻ്റെ ഫീലിങ്സും എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ആ പേഴ്സൻ്റെ ജീവിതത്തിലായിക്കോട്ടെ, ആ പേഴ്സൻ്റെ കരിയറിലായിക്കോട്ടെ, സ്റ്റെബിലിറ്റി ആ പേഴ്സണ് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറയാം. അതിന് ആ പേഴ്സൺ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്ത് ആ പേഴ്സൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. ആ സ്റ്റെബിലിറ്റി ഉണ്ടാകാനായി ആ പേഴ്സൺ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്ത്. അതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്തുള്ള ആ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് വെച്ചാൽ, ആ പേഴ്സണ് വളരെ നല്ലൊരു സുഹൃത്തിനെ കിട്ടി. അതായത് ആ പേഴ്സണ് എങ്ങനെ ഒരു സുഹൃത്ത് ആ പേഴ്സൻ്റെ ലൈഫിൽ വേണം, ആ പേഴ്സൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ചോ അങ്ങനെ ഒരു സുഹൃത്തിനെ തന്നെ ആ പേഴ്സണ് കിട്ടി എന്നുള്ള സന്തോഷത്തിലായിരുന്നു ആ പേഴ്സൺ. നിങ്ങളെ ആ പേഴ്സൺ കണ്ടിരുന്നത് ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടായിരുന്നു. നിങ്ങളോട് ആ പേഴ്സണ് എല്ലാം തുറന്ന് പറയാം. അതായത് ആ പേഴ്സൻ്റെ വിഷമങ്ങളും ആ പേഴ്സൻ്റെ സന്തോഷങ്ങളും എല്ലാം ആ പേഴ്സണ് നിങ്ങളോട് തുറന്ന് പറയാം. നിങ്ങൾ ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് എന്നാണ് ആ പേഴ്സൺ വിചാരിച്ചിരുന്നത്. അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് കൂടിയാണെന്ന് ആ പേഴ്സൺ വിചാരിച്ചിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്ത് ആ പേഴ്സൺ ഒരുപാട് സന്തോഷിച്ചു എന്നുള്ളതാണ്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്തുള്ള ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പേഴ്സണെ മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ആ പേഴ്സൻ്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിച്ചിരുന്നു, അല്ലെങ്കിൽ എന്നൊക്കെ ആ പേഴ്സൺ വിചാരിച്ചിരുന്നു. അതുപോലെ തന്നെയായിരുന്നു നിങ്ങൾ. അതായത് നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കിയിരുന്നു. നിങ്ങൾ ആ പേഴ്സൻ്റെ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. അതായത് ആ പേഴ്സൻ്റെ കരിയറിൽ ആ പേഴ്സൺ എന്താണ് നേടിയെടുക്കേണ്ടത്, ആ പേഴ്സൻ്റെ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ആ പേഴ്സണെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്ത് ആ പേഴ്സൺ വളരെയധികം സന്തോഷവാനായിരുന്നു, അല്ലെങ്കിൽ സന്തോഷവതിയായിരുന്നു എന്ന് പറയാം. എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സണെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ നിങ്ങളെ ആ പേഴ്സണും മനസ്സിലാക്കിയിരുന്നു. ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിച്ചിരുന്നെങ്കിലും, നിങ്ങളുടെ ഇഷ്ടങ്ങൾ വേറെ വേറെ ആയിരുന്നു. ഇഷ്ടങ്ങൾ വേറെ വേറെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അതായത് ആ പേഴ്സണ് എഴുതാനാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. മനസ്സിലായില്ലേ? അതായത് ഒരാൾക്ക് കവിതകളൊക്കെ എഴുതാൻ ഇഷ്ടമാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ആ കവിതകൾ വായിക്കാനാണ് ഇഷ്ടം, അല്ലാതെ നിങ്ങൾക്ക് കവിത എഴുതാൻ ഇഷ്ടമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഒരുപോലെ അല്ലായിരുന്നു എന്ന്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരാൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നുവെങ്കിൽ ഒരാൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അതായത് ആ പേഴ്സൺ മേ ബി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം, നിങ്ങൾ വളരെ ഇമോഷണലായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ ആ പേഴ്സണെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത്. പക്ഷേ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൻ്റെ കരിയറിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതായത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ ആ പേഴ്സൻ്റെ കരിയറിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം ആ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം ആ പേഴ്സൻ്റെ കരിയറിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ആ പേഴ്സൺ അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്. മേ ബി അത് ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അതായത് ആ പേഴ്സൻ്റെ കരിയറിൽ ഇപ്പോൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ആ പേഴ്സൺ അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്. അതേസമയം നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ആ പേഴ്സണ് അതിന് സാധിച്ചില്ല എന്നുള്ളതാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്. പക്ഷേ ആ പേഴ്സൺ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. നിങ്ങൾ നോ കോണ്ടാക്റ്റിലായതിനു ശേഷമുള്ള ആ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ പേഴ്സൻ്റെ കരിയറിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതെന്ന്. പക്ഷേ
ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് തന്നെ ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ആ പേഴ്സൻ്റെ കരിയറിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ആ പേഴ്സൺ കാരണം തന്നെയാണ്, അല്ലാതെ നിങ്ങൾ കാരണമല്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലോ, പിന്നെ ആ പേഴ്സൺ എന്തുകൊണ്ട് ആ പേഴ്സൻ്റെ കരിയറിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, അത് ആ പേഴ്സൺ കാരണം തന്നെയാണ് എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നു. അതായത് ആ പേഴ്സൻ്റെ കരിയറിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം ആ പേഴ്സൺ തന്നെയായിരുന്നു എന്ന് ആ പേഴ്സണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അതിനുവേണ്ടി ആ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. ആ പേഴ്സൺ ആദ്യമേ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ആ പേഴ്സൻ്റെ കരിയറിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ആ പേഴ്സൺ തന്നെയാണ്, അല്ലെങ്കിൽ അതിന് കാരണം ആ പേഴ്സൺ തന്നെയാണ്. പക്ഷേ ആ പേഴ്സണ് കുറച്ച് സമയം വേണമായിരുന്നു. ആ പേഴ്സണിൽ തന്നെ ശ്രദ്ധിക്കാൻ ആ പേഴ്സണ് കുറച്ച് സമയം വേണമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്. മേ ബി അത് ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്. അതായത് ആ പേഴ്സണിൽ തന്നെ ശ്രദ്ധിക്കാൻ കുറച്ച് സമയം വേണമായിരുന്നു, ആ സമയം ആ പേഴ്സണ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നായിരുന്നു, അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്. ആ പേഴ്സണിൽ ശ്രദ്ധിക്കാൻ കുറച്ച് സമയം വേണമായിരുന്നു, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ആ പേഴ്സൺ പറയുന്നതും ശരിയാണ്, എന്നാൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ പറയുന്നതും ശരിയാണ്. അതായത് ആ പേഴ്സണിൽ ശ്രദ്ധിക്കാൻ കുറച്ച് സമയം വേണമായിരുന്നു, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി വേണമായിരുന്നു. രണ്ടും പ്രധാനപ്പെട്ടത് തന്നെയാണ്. റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അത് ആ പേഴ്സൺ അറിയാം, പക്ഷേ എങ്കിലും എന്തുകൊണ്ടോ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷെ പ്രധാനമായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നാണ്. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്തുള്ള ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ആ പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആ പേഴ്സൺ വിചാരിക്കുന്നത് എന്ത് വഴക്കുണ്ടായാലും എന്ത് പിണക്കമുണ്ടായാലും, അതായത് വലിയ വഴക്കൊന്നുമല്ല, ചെറിയ വഴക്കായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം, എന്ത് വഴക്കുണ്ടായാലും നിങ്ങൾ ആ പേഴ്സണോടും സംസാരിക്കും, ആ പേഴ്സൺ നിങ്ങളോടും സംസാരിക്കും എന്നുള്ളതാണ്. അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചെങ്കിലും അതിങ്ങനെ ഒരുപാട് നാൾ നീണ്ടു പോകില്ല. നിങ്ങൾ ആ പേഴ്സണോടും സംസാരിക്കും, ആ പേഴ്സൺ നിങ്ങളോടും സംസാരിക്കുമെന്ന് ആ പേഴ്സണൊരു വിശ്വാസമുണ്ടായിരുന്നു. നിങ്ങളെ ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചെങ്കിലും നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമെന്ന് ആ പേഴ്സണൊരു വിശ്വാസമുണ്ടായിരുന്നു. അതുപോലെ ആ പേഴ്സണും നിങ്ങളോട് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം. എന്തായാലും സ്പിരിച്വൽ കണക്ഷൻ്റെ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് നിങ്ങളും ആ പേഴ്സണും ഒരുപാട് വിഷമിച്ചിരുന്നു. എങ്കിലും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിനു മുൻപും നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കരിയറിലും ആ പേഴ്സൻ്റെ കരിയറിലും ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയത്തുള്ള ആ പേഴ്സൻ്റെ എനർജി എന്താണെന്നും പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നും നമുക്ക് നോക്കാം. പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളോട് എങ്ങനെയാണ് പറയുക എന്നാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതായത് ആ പേഴ്സൻ്റെ ഇഷ്ടം, നിങ്ങളോടുള്ള ആ പേഴ്സൻ്റെ ഇഷ്ടം ആ പേഴ്സൺ എങ്ങനെയാണ് പറയുക എന്നതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. ഈ ഒരു സമയത്ത് മാത്രമല്ല, ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്തെ ആ പേഴ്സൺ ചിന്തിക്കുകയാണ് ആ പേഴ്സൺ എങ്ങനെയാണ് ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയുക, ആ പേഴ്സൺ നിങ്ങളോട് പിണക്കമൊന്നുമില്ല, ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ആ പേഴ്സൺ എങ്ങനെയാണ് തുറന്ന് പറയുക എന്നതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ആ പേഴ്സൺ അതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കുന്നുണ്ട്.
ഇപ്പോൾ ആ പേഴ്സൺ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒത്തിരി ചിന്തിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ പേഴ്സണും വിഷമിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആ പേഴ്സണും വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ആ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ആ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുകയാണ്. അതായത് എന്നാണ് ആ പേഴ്സൻ്റെ സ്നേഹം ആ പേഴ്സണ് നിങ്ങളോടൊന്ന് തുറന്ന് പറയാൻ സാധിക്കുക, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്നാണ് നിങ്ങളോടൊന്ന് തുറന്ന് പറയാൻ സാധിക്കുക എന്ന് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുകയാണ്. നിങ്ങളോട് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയണമെന്ന്, അതായത് നിങ്ങളോടുള്ള ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയണമെന്ന് ആ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.